morning. Good morning, ma'am. Good morning. ആണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? സുഖം. ഓക്കെ. തണുപ്പാണല്ലേ? സുഖാണ് കേട്ടോ. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. നമ്മുടെ 15 വരെയല്ലേ എടുത്തത്? ഡൗട്ടൊന്നുമില്ലല്ലോ 15 വരെ ഉള്ളതില്. ഇത് പറഞ്ഞു കഴിഞ്ഞ് തന്നിട്ട് മിസ് 32 എണ്ണം നമുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ഉള്ളത് മിസ് അടയാളപ്പെടുത്തി തരാം കേട്ടോ. അതൊന്ന് നോക്കാം. ബാക്കിയുള്ളത് പഠിക്കേണ്ടതല്ല, ഇതൊന്ന് നോക്കാം. ഇതൊന്നും കൂടി സ്ട്രെസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി 16th സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 16th നോക്കി. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ CSTയില്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്താണ്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ സർജറി ചെയ്ത സ്ഥലത്ത് എന്ത് വരുന്നുണ്ട്? ഇൻഫെക്ഷൻ വരുന്നുണ്ട് അല്ലെ? ആ മുറിവിന്റെ ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാവാം അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങള്? ചിലപ്പോ നല്ല രീതിയിൽ എന്താണ് ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് നല്ല രീതിയിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാത്തത് കൊണ്ടാവാം അങ്ങനെ ഇൻഫെക്ഷൻ ആ മുറിവിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അങ്ങനെ ആ ഇൻഫെക്ഷൻ ഉണ്ടായ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് നോക്കിയേ, ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ ഗിവൺ മന്ത് ഡിവൈഡഡ് ബൈ number of surgeries performed in that month. എന്താണ്? number of surgical site infections in a given month അല്ലെ? ആ മന്തില് ആ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് സർജറി കഴിഞ്ഞതിന് ശേഷം ഇൻഫെക്ഷൻസ് ഉണ്ടായ ആളുകളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ആ മന്തില് എത്ര പേര് സർജറിക്ക് വിധേയമായിട്ടുണ്ട് അതേ ഇൻറ്റു 100. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് കിട്ടുന്നു. ക്ലിയർ ആണോ? എന്താ പറഞ്ഞത്? ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണല്ലോ. ഒരു മന്തില് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഇൻഫെക്ഷൻ സർജറി കഴിഞ്ഞിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായവരുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ സർജറി ആ മന്തില് സർജറിക്ക് വിധേയമായവരുടെ ടോട്ടൽ എണ്ണം ഇൻറ്റു 100. ക്ലിയർ ആണോ? ഓക്കെ. ഇനി എന്താണ് 17th വൺ നോക്കിയേ. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. ഇവിടെ കംപ്ലൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് പാലിക്കുക കേട്ടോ. അവിടെ കംപ്ലൈൻസിന്റെ മീനിങ് പറയുന്നത് പാലിക്കുക എന്നാണ്. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് നമുക്കറിയാം എന്താണ്? നല്ല രീതിയിൽ ഹാൻഡ് ഹൈജീൻ അല്ലെ പാലിക്കണം അല്ലെ? നല്ല രീതിയിൽ ഹാൻഡ് ഒക്കെ കഴുകി വാഷ് ചെയ്ത് വേണം ഇത് ചെയ്യാനായിട്ട്, അവിടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട്. അപ്പോ അങ്ങനെ ആ പാലിക്കുന്നതിന്റെ റേറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ എണ്ണമാണ് ഇവിടെ നമ്മൾ കണക്കാക്കുന്നത്. ഫോർമുല നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോംഡ് ഡിവൈഡഡ് ബൈ total number of hand hygiene opportunities into 100. എന്താണ് ഓപ്പർച്യൂണിറ്റീസ്? ഓപ്പർച്യൂണിറ്റീസ് അറിയാലോ? അവസരങ്ങള്. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഹാൻഡ് ഹൈജീൻ ആക്ഷൻ പ്രവർത്തനങ്ങളുടെ ടോട്ടൽ എണ്ണം, ഹാൻഡ് ഹൈജീൻ ആക്ഷനുകളുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ ഹാൻഡ് ഹൈജീൻ നടത്താനുള്ള അവസരങ്ങളുടെ ടോട്ടൽ എണ്ണം ഇൻറ്റു 100. എന്താ പറഞ്ഞത്? ഹാൻഡ് ഹൈജീൻ ആക്ഷൻ അതിന്റെ ആക്ഷന്റെ പ്രവർത്തനങ്ങളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ഹാൻഡ് ഹൈജീൻ നടത്താനുള്ള അവസരങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ക്ലിയർ ആയോ?
17th 1 ഉം 16th 1 ആണ് നമ്മൾ നോക്കിയത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഒന്ന് ജസ്റ്റ് രണ്ടും ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് 18th 1 നോക്കി. Percentage of cases for received appropriate prophylaxis. എന്താണ് prophylaxis എന്ന് പറഞ്ഞാല്? Prophylactics കേട്ടോ, സോറി, prophylaxis. എന്താണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മള് പ്രോഫിലാക്റ്റിക്സ്. ഏതെല്ലാം നമ്മൾ പഠിച്ചത്? രോഗനിവാരണം അല്ലെ. പ്രോഫിലാക്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗനിവാരണം. ഓക്കെ. ആന്റിബയോട്ടിക്സ് വിത്ത് ഇൻ ദ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം. എന്താണ് പറയുന്നത്? ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ എത്ര പേഷ്യൻസ് സർജറികൾ കഴിഞ്ഞ് രോഗനിവാരണത്തിന് വേണ്ടി ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചു. അത്തരത്തിലുള്ള കേസുകളുടെ പെർസെന്റേജ് ആണ് നമ്മൾ ഇവിടെ കണക്കാക്കുന്നത്. എന്താണ്? ഒരു രോഗി സർജറി കഴിഞ്ഞ് അതിനുശേഷം ആ രോഗനിവാരണത്തിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചതിന്റെ എണ്ണം, ആ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എന്താ പറഞ്ഞത്? ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ എത്ര പേഷ്യൻസ് സർജറികൾ കഴിഞ്ഞ് രോഗനിവാരണത്തിന് വേണ്ടി ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചു. അത്തരത്തിലുള്ള കേസുകളാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള കേസുകളുടെ പെർസെന്റേജ്. ക്ലിയർ ആയോ? കിട്ടിയോ എന്താണെന്ന്? സർജറി കഴിഞ്ഞിട്ട് അവരുടെ നിവാരണത്തിന് വേണ്ടിയിട്ടല്ലേ, രോഗം മാറുന്നതിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുണ്ട്. അത് എത്ര രോഗികളാണ് എന്നാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കിട്ടിയോ അത്? ഓക്കെ ആണോ? ഓക്കെ. ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് പേഷ്യൻസ് ഹു did receive appropriate prophylactic antibiotics divided by number of patients who underwent surgeries in OT. അല്ലെ, എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ ഇൻറ്റു 100. എന്താ പറയുന്നത്? രോഗനിവാരണത്തിനായി ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച പേഷ്യൻസിന്റെ ആകെ എണ്ണം. എന്താ പറഞ്ഞത്? രോഗനിവാരണത്തിനായി ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച പേഷ്യൻസിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ OTയിൽ ഓപ്പറേഷൻ തിയേറ്ററില് സർജറിക്ക് വിധേയമായ പേഷ്യൻസിന്റെ ആകെ എണ്ണം ഇൻറ്റു 100. ഓക്കെ ആണോ? എന്താ പറഞ്ഞത്? രോഗനിവാരണത്തിനായി ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ഓപ്പറേഷൻ തിയേറ്ററിലെ സർജറിക്ക് വിധേയമായ രോഗികളുടെ ആകെ എണ്ണം ഇൻറ്റു 100. ഓക്കെ ആണോ? നമ്മൾ എന്താണ് 18ൽ പറഞ്ഞത്? കിട്ടിയില്ല എല്ലാവർക്കും? 18ൽ എന്താ പറഞ്ഞത്? എന്താണ്? ഒരു പേഷ്യൻസിന് സർജറി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ രോഗനിവാരണവുമായി ബന്ധപ്പെട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചതിന്റെ റേറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫോർമുല എന്താ പറഞ്ഞത്? രോഗനിവാരണവുമായി ബന്ധപ്പെട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ സർജറിക്ക് വിധേയമായ
രോഗികളുടെ എണ്ണം, ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയമായ രോഗികളുടെ എണ്ണം ഇൻറ്റു 100. ക്ലിയർ ആയില്ലേ? ഇനി 19th വൺ നോക്കാം. കിട്ടിയോ എല്ലാവർക്കും ഫോർമുല? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി 19th വൺ നോക്കേ. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. എന്താണ് റീഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാല്? പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. എന്താണ് റീഷെഡ്യൂളിംഗ്? പുനർക്രമീകരിക്കുക അല്ലെ? അത് തന്നെ. ഓക്കെ, പുനർക്രമീകരിക്കുക. അപ്പോ എന്താണ്, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരാളെ സർജറി ചെയ്യുമ്പോൾ ചിലപ്പോ എന്താണ് ടൈമിൽ വ്യത്യാസം വരാം അല്ലെ? ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൈമിൽ വ്യത്യാസം വരാം. അപ്പോ നെക്സ്റ്റ് സർജറി ചെയ്യുന്ന ആളുകളില് ചിലപ്പോ എന്താണ് ആ ടൈമിൽ വ്യത്യാസം വന്നത് കൊണ്ട് ചിലപ്പോ അത് ക്യാൻസൽ ആക്കി കളയാം, അല്ലെങ്കിൽ എന്താണ് പോസ്റ്റ് ഫോൺ ചെയ്യാം. ചിലപ്പോ നെക്സ്റ്റ് ദിവസത്തേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്ക് എന്ത് ചെയ്യാം, അത് മാറ്റി വെക്കാം. അപ്പൊ അങ്ങനെയുള്ളവരുടെ റേറ്റ് ആണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. Rescheduling of surgeries consists of cancellation of postponement beyond 4 hours of the surgery. എന്താണ് 4 അവർ വരെയും അഡ്ജസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് ചിലപ്പോൾ ക്യാൻസൽ ചെയ്ത് കളയാം, അല്ലെങ്കിൽ എന്താണ് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കേണ്ടി വരും. ഓക്കെ ആണോ? പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആയി അല്ലെ? ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ് ഇൻടു 100. എന്താ പറയുന്നത്? പുനർക്രമീകരിച്ച കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എത്ര എണ്ണം അല്ലെ, എത്ര സർജറി അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഇൻടു 100. കിട്ടിയോ? അത് എളുപ്പല്ലേ പഠിക്കാനായിട്ട്? എന്താ പറഞ്ഞത്? നമ്പർ ഓഫ് കേസസ് rescheduled divided by number of cases planned into 100. Reschedule ചെയ്ത കേസുകളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര സർജറി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഓക്കെ ആണോ? 18th 19th ജസ്റ്റ് ഒന്ന് വായിച്ചേ. ഫോർമുല കാരണം ഉണ്ടോ മിസ് ഇങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ തെറ്റിപ്പോകരുത്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. 18th 19th ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലേ? ഇനി നെക്സ്റ്റ് 20th വൺ നോക്കിയേ. ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. Time taken to be calculated from the time is
is received in the blood bank till the blood is cross-matched or reserved and available for transfusion. നിങ്ങൾ ബ്ലഡ് ബാങ്കിൽ പോയിട്ടുണ്ടോ? ആർക്കെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ബ്ലഡ് ചെയ്യാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടോ നിങ്ങള്? പോയിട്ടുണ്ട്, റിലേഷനിൽ പോയിട്ടുണ്ട് അല്ലെ? എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് അവിടേക്ക്? അക്ഷയ്, എന്തൊക്കെയാ കൊണ്ടുപോകേണ്ടത്? ഒരു ഫോം കൊണ്ടുപോകണം അല്ലെ? ഫോമിൽ എന്തുണ്ടാവും? ഡോക്ടർ അല്ലേ നമുക്ക് ഫോം തരുന്നത്? റിക്വസ്റ്റഡ് ഫോം തരില്ലേ നമുക്ക്? എന്ത് പറഞ്ഞിട്ടാണ്? ഇന്ന രോഗി, ഇതാണ് രോഗം, ഇത്രയും ക്വാണ്ടിറ്റിയില് ബ്ലഡ് വേണം, ഡിസീസസിന്റെ കാര്യം പറയും. ഓക്കെ അല്ലെ? അങ്ങനെയല്ലേ ആ ഫോമിൽ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുന്നത്? പിന്നെ എന്തും കൂടി തരും നമുക്ക്? ഫോം തരും, അതുപോലെ തന്നെ എന്താ തരാം? എന്ത് ചെയ്യുന്നുണ്ട്? ആ രോഗിയുടെ സാമ്പിൾ അല്ലെ, കുറച്ച് ബ്ലഡ് തന്നുവിടില്ലേ നമുക്ക്? സാമ്പിള് മാച്ച് ചെയ്ത് നോക്കാൻ അല്ലെ, മാച്ച് ചെയ്ത് നോക്കാനായിട്ട് തന്നുവിടാറുണ്ട്. ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോ ഓക്കെ ഇനി എന്താണ്? അപ്പൊ നമ്മള് ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് ബുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ റിലേറ്റീവ്സിനോ അങ്ങനെ ആർക്കെങ്കിലും ബ്ലഡ് ബുക്ക് ചെയ്യാൻ പോകുമ്പോ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത്? ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് റിക്വസ്റ്റഡ് ഫോം കൊണ്ടുപോകും. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? രോഗിയുടെ പേര്, അതുപോലെ തന്നെ രോഗം എന്താണെന്നുള്ളത്, എത്ര ക്വാണ്ടിറ്റിയില് നമുക്ക് ആ ബ്ലഡ് വേണം എന്നുള്ളത് അതിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും? സാമ്പിള് തന്നിവിടെ ക്രോസ് മാച്ച് ചെയ്ത് നോക്കാനായിട്ട് രോഗിയുടെ ബ്ലഡ് സാമ്പിളും നമ്മുടെ കൂടെ തന്നുവിടുന്നുണ്ട്. അതിന്റെ പെർസെന്റേജ്, അതിന്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ ഫോർമുല ആയിട്ട് നോക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. സം ഓഫ് ടൈം ടേക്കൺ. എന്താണ്? നമ്മൾ ക്രോസ് മാച്ച് ചെയ്തിട്ട് അവര് തരാൻ വേണ്ടി എടുത്ത ടൈമിന്റെ ആകെ തുക. ക്രോസ് മാച്ച് ചെയ്ത് നോക്കണ്ടേ? ബ്ലഡ് കമ്പോണൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നും ക്രോസ് മാച്ച് ചെയ്ത് നോക്കണം അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് എടുത്ത ടൈമിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ total number of blood and blood components cross matched or reserved. എന്താ പറയുന്നത്? നമ്മളെ ക്രോസ് മാച്ച് ചെയ്ത് ബ്ലഡിന്റെയും അതുപോലെ തന്നെ ബ്ലഡ് കമ്പോണൻസിന്റെയും ടോട്ടൽ എണ്ണം എത്രയാണ് എന്നുള്ളത് അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അതാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല ആയിട്ട് വരുന്നത്. നമ്മൾ റിക്വസ്റ്റഡ് ഫോം അവിടെ റിസീവ് ചെയ്തു ബ്ലഡ് ബാങ്കിൽ. അവര് നമ്മുടെ റിക്വസ്റ്റഡ് ഫോം റിസീവ് ചെയ്യുന്നത് മുതല് ക്രോസ് മാച്ച് ചെയ്ത് ബ്ലഡ് കമ്പോണൻസ്, ബ്ലഡും ക്രോസ് മാച്ച് ചെയ്ത് നോക്കാനായിട്ട് ഇത്തിരി ടൈം പിടിക്കില്ലേ? ആ ടൈമിനെയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റിക്വസ്റ്റഡ് ഫോം സ്വീകരിക്കുന്നത് മുതൽ അത് നമ്മുടെ ക്രോസ് മാച്ച് ചെയ്ത് ആ ബ്ലഡ് നമ്മുടെ കയ്യിൽ തരുന്നത് വരെയുള്ള ടൈമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇതിന്റെ ഫോർമുല എന്താ പറഞ്ഞത്? സം ഓഫ് ടൈം ടേക്കൺ. രോഗിക്ക് അല്ലെ അത് തരാൻ വേണ്ടിയിട്ട്, ക്രോസ് മാച്ച് ചെയ്ത് തരാൻ വേണ്ടി എടുത്ത ടൈമിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ ക്രോസ് മാച്ച് ചെയ്ത് എത്ര എണ്ണം ബ്ലഡ് അല്ലെ, ബ്ലഡ് കമ്പോണൻസ് അതുപോലെ തന്നെ ബ്ലഡ് ആയാലും അതിന്റെ ടോട്ടൽ എണ്ണം, എത്ര എണ്ണം ക്രോസ് മാച്ച് ചെയ്ത് നോക്കുന്നുണ്ട് അതിന്റെ ടോട്ടൽ എണ്ണം ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ആണോ? ക്രോസ് മാച്ച് ചെയ്തെടുത്ത ആ ടൈമിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ total number of blood and blood components cross matched. എത്ര എണ്ണമാണ് അവിടെ ക്രോസ് മാച്ച് ചെയ്തെടുത്തത് അതിന്റെ ടോട്ടൽ നമ്പർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് എന്താണ്? നെക്സ്റ്റ് എന്താണ്? 20th one, nurse patient ratio for ICUs and ward. നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? എന്താണ് nurse patient ratio? പഠിച്ചിട്ടുണ്ടല്ലോ ICUല്. 1:2 ഉണ്ട്. ഇത് മാത്രമല്ല 1:2. ഇതുപോലെ ഏതാണ്? 1:1 അല്ലെ? ഒരു നേഴ്സിന്
ഒരു പേഷ്യന്റ്, അതുപോലെ തന്നെ ഒരു നഴ്സിന് 2 പേഷ്യന്റ് എന്ന നിലയിലാണല്ലേ നമ്മൾ കണക്കാക്കുന്നത്. ഇനി അതുപോലെ തന്നെ ജനറൽ വാർഡിലാണെങ്കിൽ എന്തായിരിക്കും റേഷ്യോ വരുന്നത് അറിയോ എങ്ങനെയാണെന്നുള്ളത്? ജനറൽ വാർഡിലാണെങ്കിൽ അറിയില്ല അല്ലെ? 1:, വെരി ഗുഡ്, 1:6. ഓക്കെ, 1:6. ഇനി സ്പെഷ്യലൈസ്ഡ് വാർഡിലാണെങ്കിലോ? സ്പെഷ്യലൈസ്ഡ് വാർഡില് പറഞ്ഞിട്ടുണ്ട് അവിടെ 1:4. എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള നിലയിലാണ് നമ്മൾ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ കണക്കാക്കുന്നത്. ഇപ്പോ ICUലാണെങ്കിൽ എങ്ങനെയുള്ള രോഗികളാണ് അവിടെ കിടക്കുന്നത്? ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗികളാണ് അല്ലെ അവിടെ കിടക്കുന്നത്. അപ്പോ ICUല് ബെഡില് ആരും ഇല്ലെങ്കിൽ എന്താണ് നഴ്സുമാർക്ക് രോഗികളെ നോക്കേണ്ടി വരില്ല. ഇപ്പൊ 5 ബെഡിലും എന്താണ് ഫില്ലാണെങ്കിൽ എന്താണ് അത്രയും പേഷ്യൻസിനെ അവിടെ ക്രിട്ടിക്കൽ ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ് അവർക്ക് നോക്കേണ്ട കടമയുണ്ട്. അവരെന്തായാലും ഇത് നോക്കണം, പേഷ്യൻസിനെ കെയർ ചെയ്യേണ്ട ആവശ്യമാണ്. അതിന്റെ റേഷ്യോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് ബെഡ്സ്. എന്താ പറയുന്നത്? നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് അല്ലെ അവിടെയുള്ള ICUല് അല്ലെങ്കിൽ വാർഡിലോ ഉള്ള നഴ്സുമാരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് ബെഡ്. എന്താ പറയുന്നത്? പേഷ്യന്റ് കൈവശപ്പെടുത്തി അല്ലെങ്കിൽ പേഷ്യൻസ് ഉള്ള ബെഡ്സിന്റെ ടോട്ടൽ നമ്പർ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? nurse patient ratio for ICU and ward കിട്ടും. ഓക്കെ ആണോ? എളുപ്പമല്ലേ അത്? എന്താ പറഞ്ഞത്? ടോട്ടൽ നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് അല്ലേ അതേ ഡിവൈഡഡ് ബൈ എത്ര ബെഡിലാണ് പേഷ്യൻസ് ഉള്ളത് അല്ലെങ്കിൽ പേഷ്യൻസ് കൈവശപ്പെടുത്തിയ ബെഡുകളുടെ എണ്ണം. ക്ലിയർ ആയില്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. 20 and 21. 21. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലേ. ഇനി നോക്കിയേ 22. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ആരാ ഔട്ട് പേഷ്യന്റ്? ഔട്ട് പേഷ്യന്റ് ആരാ? OP അല്ലെ? OP പേഷ്യന്റ് ആണ്. നമ്മൾ എങ്ങനെയാണ് OP വന്നിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്? ആദ്യം നമ്മൾ വരുന്നു, പേരും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യുന്നു, നമ്മൾ OP ചീട്ട് എടുത്ത് ഡോക്ടറെ കണ്ട് മെഡിസിൻ വാങ്ങി പോകും അല്ലെ? ടോക്കൺ എടുക്കുന്നു. ഓക്കെ, അപ്പോ അങ്ങനെയാണ് നമ്മള്
OP-യില് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നത്. അപ്പോ അവിടെ 2 കാര്യങ്ങൾക്ക് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. പറയാൻ പറ്റുമോ? ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാറില്ലേ? മരുന്ന് വാങ്ങിക്കാനും അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? 2 കാര്യങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യാറുണ്ടല്ലോ. മെഡിസിന്, അതൊരു കാര്യം. പിന്നെന്താണ്? ടോക്കൺ എടുത്തിട്ട് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യാനായിട്ട് അല്ലെ, ഡോക്ടറെ കാണാനായിട്ട് ടോക്കൺ എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. ഇതാണ് വെയിറ്റിംഗ് ടൈം കൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കിയേ, waiting time is length of time which one should wait in order to specific action to happen. After that, the action is called for and mandated. Waiting time for outpatient consultation is the time from which the patient has come to the respected outpatient department till the time that the respected consultant begins the assessment. ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്ന എന്താണ്? ഔട്ട്പേഷ്യന്റ് കൺസൾട്ടേഷൻ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എന്താണ്? ഒരു രോഗി ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തി അത് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടർ വന്ന് പ്രാഥമിക പരിശോധന നടത്തുന്നത് എപ്പോഴാണോ അതുവരെയുള്ള ടൈമിനെയാണ് ഇവിടെ ഇവർ പറയുന്ന വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എന്താണ്? ഒരു രോഗി ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് എത്തി, അതിനുശേഷം ഡോക്ടർ വന്ന് അവർക്ക് പ്രാഥമിക ബിഗിൻസ് അസസ്മെന്റ് അല്ലെ എന്താ പറയുന്നത്? ഡോക്ടർ വന്ന് പ്രാഥമിക ചികിത്സ നടത്തുന്നത് വരെയുള്ള ടൈമിങ്ങിനെയാണ് പറയുന്നത് ഇത് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട്പേഷ്യന്റ് കൺസൾട്ടേഷൻ. ക്ലിയർ ആയോ? മനസ്സിലായോ എന്താണെന്നുള്ളത്? ഓക്കെ, അതിന്റെ ഫോർമുല നോക്കാം. എന്താണ്? സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ദ ടൈം ഫോർ കൺസൾട്ടേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്പേഷ്യന്റ്. എന്താ പറയുന്നത്? കൺസൾട്ടേഷന് വേണ്ടി പേഷ്യന്റ് എത്തി, അതിന്റെ എത്തുന്ന ആ ടൈമിന്റെ ആകെ തുക കിട്ടിയോ? കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പേഷ്യന്റ് എടുത്ത ആ ടൈമിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ അവിടെ വന്നിരിക്കുന്ന പേഷ്യൻസിന്റെ ആകെ എണ്ണം, ടോട്ടൽ ആയിട്ടുള്ള ഔട്ട് പേഷ്യൻസിന്റെ ആകെ എണ്ണം. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ റേറ്റ് കിട്ടും. ക്ലിയർ ആയോ? എന്താ പറഞ്ഞത്? കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ആ പേഷ്യന്റ് എടുത്ത ആകെ ടൈം ഡിവൈഡഡ് ബൈ അവിടെ വന്നിരിക്കുന്ന ഔട്ട് പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ. ഓക്കെ ആണോ? അതാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ്? 23rd നോക്കാം. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് അല്ലെ. നമ്മളിവിടെ വെയിറ്റിംഗ് ടൈമിന്റെ കാര്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നോക്കിയേ? നോക്കിക്കോളൂ കേട്ടോ. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. നമ്മളിവിടെ ആദ്യം പഠിച്ചത് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട്പേഷ്യന്റ് കൺസൾട്ടേഷൻ ആണ്. ഇനി പഠിക്കാൻ പോകുന്നത് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. എന്താണ് ഡയഗ്നോസ്റ്റിക്സ്? ഡയഗ്നോസ്റ്റിക്സ് എന്താ? രോഗനിർണയം. വെരി ഗുഡ്. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് ഈസ് ദ ടൈം from which the patient has come to the diagnostic service till the time that the test is started. എന്താണ്? ഒരു രോഗി ഹോസ്പിറ്റലിൽ എത്തി, ഡോക്ടറെ കണ്ടു. ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? സ്കാനിങ്ങിന് എഴുതി കൊടുക്കും അല്ലെ. ഒരു ഫോമില് നിങ്ങൾ സ്കാൻ ചെയ്യണം അല്ലെങ്കിൽ എക്സ്റേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കും? ഒരു ഫോം കൊടുക്കും. ആ ഫോം കൊണ്ടുപോയി നമ്മൾ എവിടെയാ കൊടുക്കുന്നത്? എവിടെ കൊടുക്കും? ഡോക്ടർ എഴുതി തന്ന ആ ഫോം കൊണ്ടുപോയിട്ട് നമ്മൾ എവിടെയാ കൊടുക്കുന്നത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കില്ലേ? കൊടുക്കോ? നമ്മൾ കൊണ്ടുപോയിട്ട് സ്കാൻ ചെയ്യണമെന്ന് പറയുമ്പോ എന്താ ചെയ്യാറ്? നമ്മള് ഡോക്ടർ ഒരു ഫോം എഴുതി തരോ അല്ലെ, നിങ്ങൾ ഇങ്ങനെ സ്കാൻ ചെയ്യണം, CT സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞ് എഴുതി തരുമ്പോ ആ ഫോം കൊണ്ടുപോയിട്ട് നമ്മൾ എവിടെയാ കൊടുക്കുക? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുക്കില്ലേ? കൊടുക്കുന്നു. ആ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് മുതൽ
നമ്മളെ സ്കാനിങ്ങിന് വിധേയമാക്കുന്ന ഇതുവരെയുള്ള ടൈം ഉണ്ടല്ലോ, ആ ടൈം ഗ്യാപ്പിനെയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ടൈം ഗ്യാപ്പ് ആണ് എന്ന് പറയുന്നത് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മൾ ആ ഡോക്ടർ എഴുതി തന്ന ഫോം കൊണ്ടുപോയി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് മുതല് നമ്മളെ സ്കാനിങ്ങിന് വിധേയമാക്കുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ടൈമിങ്ങിനെയാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നത്. കിട്ടിയോ? എന്താണ് മനസ്സിലായോ കൺസെപ്റ്റ്? ഓക്കെ. ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. അവിടെ ഫോർമുലയിലെ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാം. സം ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ് എന്നുള്ളത് വെട്ടിക്കളഞ്ഞോളൂ കേട്ടോ. വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ഞാൻ പറയുന്നത് എഴുതാം കേട്ടോ. സം ഓഫ് ടൈം taken for diagnostics. ഞാൻ പറഞ്ഞല്ലേ അവിടെ എന്താണ് ന്യൂമറേറ്റർ എന്തായിട്ടാ വരുന്നത്? നമ്മുടെ ഹെഡിങ് സെയിം തന്നെയല്ലേ വരുന്നത്. ഓക്കെ, ഇതാണ് അവിടെ എഴുതി ചേർക്കുന്നത് നമ്മള്. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. ഇത് കറക്റ്റ് ആണ് കേട്ടോ. കിട്ടിയോ ഫോർമുല? കറക്റ്റ് ആക്കി എഴുതിയോ? ഓക്കെ. എന്താണ് പറഞ്ഞത്? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക്സ് അല്ലേ? എന്താണ്? ആ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് എടുത്ത തുകയുടെ ആകെ തുക അല്ലെ, ടൈമിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ എത്ര പേഷ്യന്റ് ആണ് അവിടെ ഡയഗ്നോസ്റ്റിക്സുമായിട്ട് അല്ലെങ്കിൽ രോഗനിർണയത്തിനായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അവരുടെ ടോട്ടൽ നമ്പർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ടൈം വെയിറ്റ് ഫോർ ദ ഡയഗ്നോസ്റ്റിക് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഫോർമുല മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷനും വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് 24th നോക്കിയേ. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. നമുക്കറിയാം അല്ലെ, ഡിസ്ചാർജ് ഒരു രോഗിക്ക് ഡോക്ടർ ഫോർമൽ ആയിട്ട് ഡിസ്ചാർജ് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ രോഗിക്ക് ഹോസ്പിറ്റലിൽ വിട്ട് പോകാൻ പറ്റുമോ? പെട്ടെന്ന് പോകാൻ പറ്റുമോ? നിങ്ങൾ ഇന്ന് ഡിസ്ചാർജ് ആക്കുന്നില്ല. ഇല്ല. എന്താണ് കാരണം? എന്താ കാരണം? സമയം പിടിക്കും അല്ലെ, അതിന്റെ റെക്കോർഡ്സ് കാര്യങ്ങൾ അതിന്റെ പ്രൊസീജിയർ ഒക്കെ ചെയ്ത് വരുമ്പോ ചിലപ്പോ കാലത്ത് ഡോക്ടർ പറഞ്ഞതായിരിക്കും, പക്ഷെ രോഗി പോകുമ്പോ എത്ര മണിയാവും? ചിലപ്പോ വൈകിട്ടാവും അല്ലെ, വൈകിട്ടാവാറുണ്ട്. അതിന്റെ ടൈമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
The discharge process is considered to have initiated when the consultant formally approves the discharge and ends with the patient with the clinic unit. ഒരു ഡോക്ടർ പേഷ്യൻസിനോട് അല്ലെങ്കിൽ പേഷ്യന്റിനോട് ഫോർമൽ ആയിട്ട് ഡിസ്ചാർജ് കൊടുത്ത് ആ പേഷ്യന്റ് ക്ലിനിക്കൽ യൂണിറ്റിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അതാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതിനെയാണ് നമ്മൾ പറയുന്നത് ഡിസ്ചാർജ് പ്രോസസ്സ്. ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡോക്ടർ രോഗിക്ക് ഫോർമൽ ആയിട്ട് ഡിസ്ചാർജ് കൊടുത്തതിന് ശേഷം ആ രോഗി എന്താണ് ക്ലിനിക്കൽ യൂണിറ്റിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ്, അതിനെയാണ് ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അറിയാവുന്ന കാര്യങ്ങളല്ലേ? ഓക്കെ. ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. Sum of time taken for discharge divided by number of patients discharged. എന്താ പറയുന്നത്? ഒരു രോഗിക്ക് ഡിസ്ചാർജ് കൊടുത്തതിന്റെ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിന്റെ ഫോർമുല എന്താ പറയുന്നത്? ഡിസ്ചാർജിന് വേണ്ടി എടുത്ത ടൈമിന്റെ ആകെ തുക അല്ലെ, സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് വേണ്ടി ഒരു രോഗിക്ക് എടുത്ത ആ ടൈമിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ എത്ര രോഗികൾ അവിടെ ഡിസ്ചാർജ് ആയിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടൈം ഫോർ ടേക്കൺ ഡിസ്ചാർജ് എന്ന് കിട്ടും. ക്ലിയർ ആയോ? എന്താ ഡിസ്ചാർജിൽ പറഞ്ഞത്? ഒരു ഡോക്ടർ ഫോർമൽ ആയിട്ട് രോഗിക്ക് ഡിസ്ചാർജ് കൊടുക്കുമ്പോ ആ കൊടുത്തതിന് ശേഷം ആ രോഗി ക്ലിനിക്കൽ യൂണിറ്റിൽ നിന്ന് ലീവ് ചെയ്തു പോകുന്ന ആ ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ ഡിസ്ചാർജ് പ്രോസസ്സ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ടൈം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ടൈം, അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രോഗി ഡിസ്ചാർജിന് വേണ്ടിയിട്ട് എടുത്ത ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ എത്ര പേഷ്യൻസ് ഡിസ്ചാർജ് ആയിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ. ഇനി 25th നോക്കിയേ. 25th എന്താണ് പറയുന്നത്? Percentage of medical records having incomplete and or improper consent. Consent എന്താണ്? Consent സമ്മതം. ഓക്കെ, അറിയാം കേട്ടോ. സമ്മതം എല്ലാവർക്കും അറിയാം. Okay, informed consent is a type of consent in which the healthcare provider has a duty to initiate his or her patient about the procedure, its potential risk and benefit, alternative procedure and treatment, which their risk and benefits so as to make the patient able to take an informed decision of his or her health care. ഇവിടെ ഒരു രോഗി പുതിയതായിട്ട് ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോ ആ രോഗിക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്റെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു കൊടുക്കണ്ടേ? ആ രോഗിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മെഡിസിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ പുതിയതായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോ അതിൽ നിന്ന് ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് അല്ലെ? ആ സൈഡ് എഫക്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സൈഡ് എഫക്ട്സ് മാറ്റാൻ വേണ്ടിയിട്ട് വേറെ ട്രീറ്റ്മെന്റ് എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഈ ട്രീറ്റ്മെന്റ് പുതിയതായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്, ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എന്തൊക്കെ നഷ്ടങ്ങൾ റിസ്കുകൾ സംഭവിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രോഗിക്ക് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് എവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണം? ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അല്ലെ? ഇപ്പൊ ക്യാൻസറുമായിട്ട് രോഗി വന്ന് അപ്പൊ എന്താണ് അവർക്ക് അതിന് കീമോ ചെയ്യുമ്പോഴുള്ള സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ ഡോക്ടേഴ്സ്? കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണം അടുത്ത നടപടിക്രമത്തിലോട്ട് പോവാനായിട്ട്. പക്ഷേ എന്താണ് ഇവിടെ പറയുന്നത്? ചില ഹോസ്പിറ്റലുകാര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രോഗികൾക്കോ അവിടുത്തെ റിലേറ്റീവ്സിനോ പറഞ്ഞു കൊടുക്കാറില്ല. അതിന്റെ ഫോർമുലയാണ്, അതിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത് കേട്ടോ. ക്ലിയർ ആയോ?
ഒരു രോഗി ഹോസ്പിറ്റലിലോട്ട് പുതിയ ട്രീറ്റ്മെന്റിന് വരുമ്പോ അതിന്റെ നടപടിക്രമങ്ങള്, അതിന്റെ ട്രീറ്റ്മെന്റ്, അതിൽ നിന്നുണ്ടാവുന്ന സൈഡ് എഫക്ട്സ്, ആ സൈഡ് എഫക്ട്സ് മാറാനായിട്ട് പുതിയ ട്രീറ്റ്മെന്റ് എടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം. ചില ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. അപ്പോ ഇപ്പോ ഇതാണ് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട സൈഡ് എഫക്ട്സ് ഉണ്ടാകുമ്പോൾ രോഗിക്ക് രോഗങ്ങൾ കൂടിയിട്ട് ചിലവർ മരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാറില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ഫോർമുലയാണ് നമ്മുടെ ഈ നെക്സ്റ്റ് ഈ 25 പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? കൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ. ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് medical records having incomplete and or improper consent divided by number of discharged and death into 100. എന്താ പറയുന്നത്? ഇവിടെ number of medical records having incomplete and or improper consent, കൃത്യമല്ലാത്ത സമ്മതങ്ങൾ എത്ര എണ്ണമാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ വന്നിരിക്കുന്നത്? എന്താ പറഞ്ഞത്? കൃത്യമല്ലാത്ത സമ്മതങ്ങൾ എത്ര എണ്ണമാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ വന്നിരിക്കുന്നത്? ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത്. ഞാൻ പറഞ്ഞില്ലേ എന്താണ്? ഇപ്പോ പുതിയ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ കൃത്യമല്ലാത്ത റിസ്കുകൾ പറഞ്ഞു കൊടുക്കാതെ രോഗികൾ ചിലപ്പോ ഡിസ്ചാർജ് ആയി പോവാം. ഇങ്ങനെ കാരണങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാത്തത്, തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല ഡിസ്ചാർജ് ആയി പോവാം. അല്ലെങ്കിൽ എന്താണ്, ചില രോഗികൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് ട്രീറ്റ്മെന്റിൽ ഇരിക്കാതെ എന്ത് ചെയ്യാം, മരിച്ചു പോകാം. അങ്ങനെയുള്ള രോഗികളുടെ ടോട്ടൽ നമ്പർ 100. ഓക്കെ ആണോ? ഡോക്ടേഴ്സ് അവിടെ നിന്ന് കൃത്യമായിട്ട് രോഗികൾക്ക് സമ്മതമില്ലാതെ അല്ലെ, കൺസെന്റ് ഇല്ലാതെ എന്താണ്, കൃത്യമല്ലാത്ത സമ്മതങ്ങളാൽ എത്ര എണ്ണമാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ വന്നിരിക്കുന്നത്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ കൃത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാത്ത എന്താണ്, ഡിസ്ചാർജ് ആയി പോകുന്ന രോഗികൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന രോഗികൾ മരിക്കാം. ഇങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞു കൊടുക്കാതെ ചിലവര് മരിച്ചു പോകാം. അവരുടെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഓക്കെ ആണോ ഫോർമുല? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. 24th 25th. ഡൗട്ട് വരുന്നുണ്ടോ മക്കളെ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയത്. പറഞ്ഞത് മനസ്സിലായോ? മെഡിക്കൽ റെക്കോർഡ്സിന്റെ കാര്യങ്ങള് ഓക്കെ, ഒന്ന് വായിച്ചു നോക്കട്ടോ. ക്ലിയർ ആയോ രണ്ട് ഫോർമുലയും? ഇനി
26th കേട്ടോ. സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ്. എന്താണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളത് അല്ലെ? സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞാല് ഇവിടെ അവൈലബിൾ അല്ലാത്തത് കേട്ടോ. ഉദ്ദേശിക്കുന്നത് അവൈലബിൾ അല്ലാത്തത്. ഓക്കെ. അപ്പോ a stock out is an event which happens when an item listed as an emergency medications by the organization is not available upon the requested requirement date in the organization. എന്താ പറയുന്നത്? ഈ എമർജൻസി മെഡിക്കേഷന്റെ അല്ലെങ്കിൽ എമർജൻസി മെഡിസിന്റെ ലിസ്റ്റ് എവിടെയാണ് ഉണ്ടാകുന്നത്? എവിടെ ഉണ്ടാവും? ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ അല്ലെ? ഫോർമുലറി എന്താ പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? ഓർമ്മയുണ്ടാ? ഹോസ്പിറ്റൽ ഫോർമുലറി അവിടെ എന്താ ഉണ്ടാവാ? റെക്കോർഡുകൾ അല്ലെ? എന്താണ്? എമർജൻസി ആയിട്ടുള്ള മെഡിസിൻസിന്റെ ലിസ്റ്റ് ഉണ്ടാവില്ല അതിനകത്ത്. ഓക്കെ. ഇനി കുറച്ച് ടൈം അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ ആ സ്ഥാപനത്തില് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളില് ഇങ്ങനെയുള്ള എമർജൻസി മെഡിസിൻസിന്റെ ലിസ്റ്റ് പ്രകാരമുള്ള എമർജൻസി മെഡിസിൻസ് അവിടെ അവൈലബിൾ ആയിരിക്കില്ല. അതാണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എന്താണ്? എമർജൻസി മെഡിസിൻസിന്റെ ലിസ്റ്റുകള് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവും. ചില ടൈമില് ആ എമർജൻസി മെഡിസിൻസ് അവിടെ എവിടെ ഉണ്ടാവില്ല? ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ അല്ലെ? അവിടെ ഉണ്ടാവില്ല. അതാണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്. ആ എമർജൻസി മെഡിസിൻസ് അവിടെ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ. അതാണ് സ്റ്റോക്ക് ഔട്ട്. ക്ലിയർ ആയോ? അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കിയേ, നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട് ഓഫ് എമർജൻസി ഡ്രഗ്സ് ഡിവൈഡഡ് ബൈ number of drugs listed as emergency drugs in hospital formulary. അവിടെ ഒരു ഇൻറ്റു ചേർത്ത് കൊടുക്കും കേട്ടോ. ഇൻറ്റു 100. ഹോസ്പിറ്റൽ ഫോർമുലറി ഇൻറ്റു 100. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? എത്ര എമർജൻസി ഡ്രഗ്സുകളാണ് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്നത്, അവൈലബിൾ അല്ലാത്തത്, ഡിവൈഡഡ് ബൈ number of drugs listed as emergency drugs in hospital formulary. Hospital formularies emergency drugകളായിട്ട് എത്ര മെഡിസിൻസ് ആണ് ഉള്ളത് അതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഓക്കെ ആണോ? എന്താ പറഞ്ഞത്? എമർജൻസി ഡ്രഗ്സിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എത്ര മെഡിസിൻസ് ആണുള്ളത് അതിന്റെ ടോട്ടൽ നമ്പർ divided by hospital ഫോർമുലറിയില് എമർജൻസി ഡ്രഗുകളായിട്ടുള്ള മെഡിസിൻസിന്റെ ആകെ എണ്ണം ഇൻറ്റു 100. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ് കിട്ടും. ഓക്കെ ആണോ? ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ. ഇത്രയും വരെ വരുമ്പോ നാളെ വരുമ്പോ വായിച്ചിട്ട് വരാം കേട്ടോ. ഇത് കഴിയുമ്പോ മിസ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഫോർമുലാസ് അടയാളപ്പെടുത്തുന്ന കേട്ടോ. ഓക്കെ. ഓക്കെ. ഇത്രയും പറഞ്ഞത് ഡൗട്ട് ഉണ്ടോ? 26th വരെ മിസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏതാ? 25 പറയണോ? 25 എന്താ പറഞ്ഞത്? ഇപ്പോ ഒരു പുതിയതായിട്ടുള്ള ഒരു വ്യക്തി ഹോസ്പിറ്റലിലോട്ട് വന്നിട്ട് പുതിയ ട്രീറ്റ്മെന്റ് എടുക്കണേ. അപ്പൊ പുതിയ ട്രീറ്റ്മെന്റ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് മെഡിസിൻസിന്റെ കാര്യങ്ങൾ പറയണം. ആ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന്റെ കാര്യങ്ങള്, അതുപോലെ തന്നെ ആ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോ സൈഡ് എഫക്ട്സ് എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്, ആ സൈഡ് എഫക്ട്സ് മാറ്റാൻ വേണ്ടി വേറെ പുതിയ ട്രീറ്റ്മെന്റ് എടുക്കുന്ന കാര്യങ്ങള്, അങ്ങനെയൊക്കെ എന്താണ് ഈ രോഗിനോടോ അല്ലെങ്കിൽ രോഗിയുടെ റിലേറ്റീവിനോടോ പറഞ്ഞു കൊടുക്കണം. ക്ലിയർ ആയോ ഇത്രയും വരെ? പക്ഷെ എന്താണ് ചില ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള രോഗിയുടെ കൺസെന്റ് ഇല്ലാതെ, സമ്മതമില്ലാതെയാണ്, രോഗിയോട് ഇത്തരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞു കൊടുക്കാതെയാണ് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ചില രോഗികള് മരണപ്പെട്ടു പോകാം. ക്ലിയർ ആയില്ലേ? അങ്ങനെയുള്ള റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കി, അതിന്റെ ഫോർമുല മനസ്സിലായോ? ഫോർമുല പറയട്ടെ. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ ആണോ?
ഓക്കെ അല്ലേ? ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. ഫോർമുല എന്താണ്? നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവ് ഇൻകംപ്ലീറ്റ് ആൻഡ് ഇംപ്രോപ്പർ കൺസെന്റ്. എന്താ പറയുന്നത്? കൃത്യമല്ലാത്ത സമ്മതങ്ങൾ എത്ര എണ്ണമാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ വന്നിരിക്കുന്നത്? അവര് പറഞ്ഞിരിക്കുന്ന സമ്മതത്തോട് കൂടിയിട്ടുള്ള അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് അല്ലെ, അതിന്റെ എണ്ണം, ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിസ്ചാർജ് ആൻഡ് ഡെത്ത്. ഇതാണ് കൃത്യമല്ലാത്ത സമ്മതത്തോട് കൂടി. അങ്ങനെ എന്താണ്, രോഗികളോട് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാതെ ചില രോഗികൾ മരണപ്പെട്ടു പോകാം, അതിന്റെ എണ്ണം. അതുപോലെ തന്നെ എന്താണ്, കൃത്യമല്ലാത്ത സമ്മതം, ഈ കാര്യങ്ങളൊക്കെ പറയാതെ ചില രോഗികൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെന്റിലിരിക്കെ ഡിസ്ചാർജ് ചെയ്തു പോകാം. അങ്ങനെയുള്ള രോഗികളുടെയും ടോട്ടൽ നമ്പർ, ഡിസ്ചാർജ് ആയി പോയവരുടെയും ഡെത്ത് ആയി പോയവരുടെയും ടോട്ടൽ നമ്പർ ഇൻടു 100. കിട്ടിയോ? ഫോർമുല മനസ്സിലായോ? ക്ലിയർ ആയോ? 25th. ഇനി ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? നാളെ വരുമ്പോ ഇത്രയും ഭാഗങ്ങൾ നോക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.